കുഞ്ഞപ്പ എവിടേക്കാ? ഉണ്ണിച്ചേട്ടാ ഇമ്മ നബിസാത്താർക്ക് പോയിക്കണേ ഇങ്ങോട്ട് പറയാനേ ചാവി റൂമിന്റെ ചാവി വെച്ചിരിക്കണേ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അത് കാണാനില്ല. റൂം അങ്ങ് പൂട്ടും ചെയ്തിരിക്കണ്. ഇമ്മ അറിയാം ചാവി അവിടെ അവിടെ വെച്ചിരിക്കണെന്ന് അറിയും ചെയ്ത് ചാവി കാണാനില്ലെന്നു. അപ്പൊ ഞാൻ അമ്മാന്റെ അടുത്തേക്ക് ഉമ്മാനെ കാണാൻ പോവാണ്. വെറുതെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാൻ ഇപ്പൊ തന്നെ പോകണ്ട, അവിടെ ഒന്നും കൂടി തിരയടാ പോയിട്ട്. കുഞ്ഞപ്പോ ബുദ്ധിമുട്ടിക്കാനല്ല, ചാവി മേടിക്കാനാണ്. പിന്നെ നിങ്ങളറിഞ്ഞ സംഭവം ആ വാവല്ലേ എന്റെ ഒപ്പം നടക്കണ വാവ, എന്റെ ഉമ്മാനെ പറ്റിച്ച്. പൈസ എടുത്തൊന്നുമില്ല, നല്ല കൊടുക്കും എന്റെ ഉമ്മ. എന്റെ ഉമ്മാനെ എനിക്ക് ശരിക്കറിയില്ല. ഓന് എന്റെ ഉമ്മാനോട് ഓമക്കായി കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് വയസ്സിന് മുത്തരെ പറ്റിക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് ശാപം കിട്ടൂലേ? ശാപല്ല, ഓമക്കായി കിട്ടിയില്ല. ശാപം ഞങ്ങൾക്ക് വേണ്ട. ഓമക്കായി കിട്ടില്ലട്ടാ. അങ്ങനെ ഓന് ഉമ്മാനോട് പറഞ്ഞ് പറ്റിച്ച് ഉമ്മക്ക് ഓമക്കായും കൊടുത്തില്ല. ഓൻ വയസ്സിന് മുത്തരെ പറ്റിക്കാൻ പാടില്ല. പാടില്ല. ഓന്റെ ഒപ്പം നടക്കണ്ട, ഓൻ ഒരു പണിക്ക് പോകാത്ത ആളല്ലേ. ഓനെ പോലെ യു ആവണ്ട. നിങ്ങള് പറയുന്ന മാതിരി തന്നെ എന്റെ അമ്മയും പറയാ. നിങ്ങൾ എന്റെ അമ്മയും ഒരേ സ്വഭാവം തന്നെയാണല്ലേ. കാരണം എമ്മയും പറയൂ ഓൻ്റെ ഒപ്പം പുറത്ത് നടക്കണ്ടാന്ന്. വല്ലാത്തൊരാളാണ് കേട്ടോ നിങ്ങളും. ഞാനേ വർത്താനം പറഞ്ഞു നിൽക്കുന്നില്ല. കാരണം ഇമ്മ ഇനി അവിടുന്ന് എവിടേക്കെങ്കിലും പോകുന്നൊന്നും പറയാൻ പറ്റൂല. എന്റെ അമ്മ എല്ലാരും പറയാ ഇമ്മ ഓവറാണെന്ന്. ഇമ്മ എന്ത് ഓവറാണല്ലേ? എന്നാ ഞാൻ പോവാണ്. ശരി നല്ല ആളോടെ പറയണം. ഓന് കൊറേ തിന്നണം, കൊറേ ഉറങ്ങണം, ഇതെല്ലാം വേറെ ഒരു പണിയില്ല ഓന്. ഉണ്ണിയേട്ടാ എന്താ കുഞ്ഞപ്പോ ഇതിന്റെ ആളെ പേടിപ്പിക്ക? എന്താണിപ്പോ? ഞാൻ പേടിപ്പിച്ചല്ലേന്നു, നിങ്ങളെ കല്ലപ്പണ്ട് വന്നതാണ്. ഇതെന്താ സാധനം? ഇതെന്താ അറിയില്ല എനിക്ക്. ഇതാ പൊട്ട, ഇതാണ് മഞ്ഞള്. മഞ്ഞളും പച്ചാളൊക്കെ ആയിട്ട്. പിന്നെ നിങ്ങൾ എന്റെ ഉമ്മാണ്ട് പോണണ്ടാ? എന്റെ അമ്മ അല്ല ഇങ്ങോട്ട് പോയിരുന്നില്ലേ? അല്ലടാ, എന്റെ കൂടെ തൊഴിലുറപ്പ് നിക്കണ അവിടെ പണിയെടുക്കുന്നു. അവിടെ പണിയെടുക്കുന്നു. അല്ലാ ഒരു കണ്ടാ ഞാൻ പോയിട്ടില്ല. ചായ കുടിക്കാൻ തോന്നിട്ടാ ഞാൻ പോയാ കേട്ടോ ഉണ്ണിയേട്ടാ. നിനക്ക് ചായം കുടിക്കാലോ. ഞാൻ പോട്ടെന്നാ. എല്ലാരും ഉണ്ട്. ഓനിപ്പോ തൊഴിലുറപ്പേരെ കണ്ടപ്പോ ഉമ്മാനും വേണ്ടേ? ചായന്റെ കാര്യം കേട്ടപ്പോൾക്ക് പോവുകയാണല്ലേ? ദേവേച്ചേ, ഇവരെയാണ് പണിയില്ലേ? നിങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞാ? നിങ്ങൾ ചായ കുടിക്കുന്ന ഉണ്ണിയേട്ടൻ പറഞ്ഞി. ചായ കുടി കഴിഞ്ഞില്ലേ? കുഞ്ഞാപ്പോൺ കുറച്ച് നേരത്തെ വരാണെന്നില്ലേ? ഞങ്ങളൊക്കെ ചായ കുടി കഴിഞ്ഞ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താണ് കുഞ്ഞാപ്പോ പണിക്കരാത്തത്? വരുന്ന പണിക്ക് തീരെ സൈനവാ എന്നോട് പറയാ പണിക്ക് വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണാവോ കച്ചും കാലൊക്കെ ഭയങ്കര വേദന. രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിലേ കച്ചും കാലൊക്കെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. സ്ഥിരമായിട്ട് പണിക്ക് വരണേ, പണിക്ക് വരാത്ത കാരണല്ലേ വേദനിക്കുന്നേ. തൈരം കണ്ടു ഇയാളെ. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അപ്പൊ നിങ്ങളൊരു ഉപദേശിയോള് വന്നിക്കണ്. ഞാൻ ഇനി തൊഴിലുറപ്പിന് വരൂല, നിങ്ങളൊക്കെ പോയനേസേ വരുവുള്ളൂ. ഒരു ഉപദേശിയോള് വന്നിക്കണു. ഒരിക്കൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് മടിയായിരുന്ന ഓരോ വിചാരം. എനിക്ക് അങ്ങ് കച്ചും കാലും വേദനിച്ചിട്ടാണ് ഞാൻ പോകാത്തത്. ഓരോരു ഉപദേശിയോള് വന്നിക്കണു. ഓർക്ക് കച്ചും കാലും വേദനിക്കും. അപ്പൊ അറിയാം ഓർക്ക്. എന്നാലും കുഞ്ഞാട്ടിനോട് പോയക്കോട്ടെ. എന്താ കുഞ്ഞാപ്പോയി രാവിലെ പിറുപിറുത്ത് വരണേ? എന്ത് പെറുപിറുക്കാനാ? ഞാനേ എന്റെ തൊഴിലുറപ്പാരെ കണ്ടപ്പോ സന്തോഷത്തോടെ ഓരോരുത്തർക്ക് മണ്ടി ചെന്ന്. അപ്പൊ ഓരേ എന്റെ ചങ്കി കുത്തുന്ന വർത്താനാ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമായി. എന്താ എന്നെ ചങ്കിക്കുത്തുന്ന വർത്താനം പറഞ്ഞേ? ഇഞ്ചോട്ടാ, നിങ്ങൾക്ക് അറിയോ ഞാനിപ്പോ തൊഴിലുറപ്പിന് പോയിട്ടില്ല. എന്താ ചണ്ടാ, എനിക്ക് രാവിലെ എണിച്ചാല് കച്ചും കാലൊക്കെ വേദന. അത് ഞാൻ ഓരോട് പറഞ്ഞപ്പോ ഓര് പറയാല എന്നും പണിക്ക് വരികയുണ്ട്, ഇന്ന കച്ചും കാലും വേണമെന്നും ഉണ്ടാവൂലെന്ന്. അപ്പൊ ഓരോ വിചാരം ഞാൻ വെറുതെ മതി പറയാച്ചിട്ടാണ് അല്ലേ? അപ്പോ എന്നും പണിക്ക് പോയെങ്കിലേ 10 പൈസ കയ്യിലുണ്ടാവൂ. മനസ്സിലായിട്ടില്ല? അത് വേണം നമുക്ക്, എന്നാലേ കാര്യങ്ങൾ നടക്കൂ. പണിക്ക് പോവാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല, എന്റെ കച്ചും കാലൊക്കെ വാങ്ങിച്ചിട്ടല്ലേ ഞാൻ പോവാത്തത്. കുഞ്ഞാപ്പൂ എന്നും പണിക്ക് പോയിക്കോ,
അപ്പോൾ കയ്യും കാലും വേദന ഒന്നും ഉണ്ടാവില്ല, വളരെ സുഖമാണ്. വളരെ സുഖം. ഈ കൈക്കോട്ടിട്ട് ഇങ്ങനെ കളക്കണതും പുല്ല് പറിക്കണൊക്കെ നല്ല സുഖമാണല്ലോ, കുജുത്തുണതൊക്കെ. നിങ്ങൾക്ക് സുഖം, എനിക്കൊരു സുഖമായി തോന്നുന്നൊന്നുമില്ല. പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പിന്നെ കുറച്ചേരം ഇരിക്കുമ്പോഴൊക്കെ സുഖമുണ്ട്. അല്ലാതെ ഇപ്പം എന്ത് സുഖമാണ് അതിൽ. ആട്ടെ, നിങ്ങൾ കൊടുക്കാണ് ഈ പുതിയാപ്പളൊക്കെ ആയിട്ട്. ഈ എൻ്റെ ഇഷ്ടം പോലെ ചെയ്താ, എനിക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോവാ. കല്യാണം ഉണ്ടാ? എന്തായാലും ഇമ്മാനെ കാണാനില്ല, ചാവി കാണാനും ഇല്ല. കുഞ്ഞാട്ടൻ്റെ ഇപ്പം കല്യാണത്തിന് പോയാലോ? എന്നാൽ നല്ല ചോറൊക്കെ തിന്നാലോ. പെരയിലുള്ളത് ഇമ്മ വന്നിട്ട് തിന്നും ചെയ്യല്ലേ. കുഞ്ചാട്ടാ, ഏന്നു പോവല്ലിന്ന് ഒരു കാര്യം പറയാണ്ട്, നിക്കി. എന്താ കുഞ്ഞാപ്പൂ എനിക്ക് പറയാനുള്ളത്? അതെ, നിങ്ങൾ കല്യാണത്തിന് പോവുകയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളിപ്പം വരായിരുന്നു, എനിക്ക് ചോറൊക്കെ തിന്നാലോ. പിന്നെ കല്യാണം കുറെ ദൂരത്താ, അതുകൊണ്ട് ഷൊർണൂരാണ്. പിന്നെ ഷൊർണൂര് അവിടെ പോകണ്ടേ? എത്ര ദൂരം പോകണം അവിടേക്ക്? അത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾ ഇന്ന് തുറന്നവരൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പോയിക്കോളി. ഇന്ന് ഞാനേ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയേക്കട്ടെ. ചാവി ഇട്ടാൽ ഇക്കുന്ന അവിടുന്ന് തിന്നാലോ. അടുത്തേക്കാണെങ്കിൽ കൊണ്ടുപോകാൻ, ഇത് ദൂരത്തല്ലേ? എന്താ പിന്നെ സ്വർണ്ണൂർക്ക് കൊണ്ടുപോയാല് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആവും. ഇതൊരു ദൂരെന്നാ പറയാണ്. ചിലപ്പോൾ ഈ സ്വർണ്ണൂര് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്താവും. ഇങ്ങനെ കൊണ്ടുപോവൻ്റെ ഒരു ഐഡിയക്ക് പറയാവും. ഞാൻ ഓരോട്ട് ഇപ്പോഴൊന്നും മുന്തൂല, അല്ലാത്ത ആൾക്കാർ തന്നെയാണ്.